14/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാഭിമാനിയാകൂ. ഞാൻ ആത്മാവാകുന്നു, ശരീരമല്ല. ഇതാണ് ആദ്യ പാഠം. ഈ പാഠം എല്ലാവരെയും നല്ലവണ്ണം പഠിപ്പിക്കൂ. ചോദ്യം: ജ്ഞാനം കേൾപ്പിക്കുന്നതിൻ്റെ രീതി എന്താണ്? ഏത് വിധിയിലൂടെയാണ് ജ്ഞാനം കേൾപ്പിക്കേണ്ടത്? ഉത്തരം: ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി കേൾപ്പിക്കൂ. നിർബന്ധിതമായല്ല. നിങ്ങൾ പരസ്പരം ഇരുന്ന് ജ്ഞാനത്തിൻ്റെ ചർച്ച ചെയ്യൂ. ജ്ഞാനത്തിൻ്റെ മനനചിന്തനം ചെയ്യൂ. പിന്നെ ആരെയെങ്കിലും കേൾപ്പിക്കൂ. സ്വയം ആത്മാവായി മനസ്സിലാക്കുകയും പിന്നെ ആത്മാവിനെ കേൾപ്പിക്കുകയുമാണെങ്കിൽ കേൾക്കുന്നവർക്കും സന്തോഷമുണ്ടാകും. ഓം ശാന്തി. ബാബ പറയുന്നു, ആത്മാഭിമാനിയായി അഥവാ ദേഹി അഭിമാനിയായി ഇരിക്കൂ. കാരണം ആത്മാവിൽ തന്നെയാണ് നല്ലതോ മോശമോ ആയ സംസ്കാരം നിറയുന്നത്. എല്ലാത്തിൻ്റെയും പ്രഭാവം ആത്മാവിലാണ് ഉണ്ടാകുന്നത്. ആത്മാവിനെ തന്നെയാണ് പതീതം എന്ന് പറയുന്നത്. പതീത ആത്മാവ് എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ജീവാത്മാവ് തന്നെയായിരിക്കും. ആത്മാവ് ശരീരത്തോടൊപ്പം തന്നെയായിരിക്കും. ഏറ്റവും ആദ്യത്തെ കാര്യം പറയുന്നു, ആത്മാവായി ഇരിക്കൂ. സ്വയം ശരീരം അല്ല, ആത്മാവായി മനസ്സിലാക്കി ഇരിക്കൂ. ആത്മാവ് തന്നെയാണ് ഈ ഓർഗൻസിനെ പ്രവർത്തിപ്പിക്കുന്നത്. അടിക്കടി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പരമാത്മാവിൻ്റെ ഓർമ്മ വരും. അഥവാ ദേഹമാണ് ഓർമ്മ വന്നതെങ്കിൽ ദേഹത്തിൻ്റെ പിതാവായിരിക്കും ഓർമ്മ വരിക. അതിനാൽ ബാബ പറയുന്നു, ആത്മാഭിമാനിയാകൂ. ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇതാണ് ആദ്യത്തെ പാഠം. നിങ്ങൾ ആത്മാക്കൾ അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. ഞാൻ ആത്മാവാകുന്നു. ഈ ആദ്യത്തെ വാക്ക് ഓർമ്മിക്കുകയില്ലെങ്കിൽ അപക്വമായി പോകും. ഞാൻ ആത്മാവാകുന്നു, ശരീരമല്ല. ഈ വാക്ക് ഈ സമയത്ത് ബാബ പഠിപ്പിക്കുന്നു. മുൻപ് ആരും തന്നെ പഠിപ്പിച്ചിരുന്നില്ല. ബാബ വന്നിരിക്കുന്നത് തന്നെ ആത്മാഭിമാനിയാക്കി ജ്ഞാനം നൽകുന്നതിന് വേണ്ടിയാണ്. ആദ്യത്തെ ജ്ഞാനം നൽകുന്നു. ഹേ ആത്മാക്കളെ, നിങ്ങൾ പതീതമാണ്. കാരണം ഇത് പഴയ ലോകമാണ്. എക്സിബിഷനിലും കുട്ടികളായി നിങ്ങൾ വളരെ പേർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ചോദ്യോത്തരം നടത്തുന്നു. അപ്പോൾ പകൽ സമയത്ത് റെസ്റ്റ് ലഭിക്കുന്നു. ആ സമയത്ത് ഒരുമിച്ച് ഒത്തുചേരണം, സമാചാരം ചോദിക്കണം. ആര് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചു, നമ്മൾ എന്ത് മനസ്സിലാക്കിച്ചു കൊടുത്തു, പിന്നെ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. അതിനെക്കുറിച്ച് ഇങ്ങനെയല്ല, ഇങ്ങനെ വേണം മനസ്സിലാക്കിച്ചു കൊടുക്കാൻ. മനസ്സിലാക്കിക്കുന്നതിൻ്റെ യുക്തി എല്ലാവരുടേതും ഒന്നുപോലെ ആയിരിക്കില്ല. മുഖ്യമായ കാര്യമാണ് സ്വയം ആത്മാവായി മനസ്സിലാക്കുന്നുണ്ടോ അതോ ദേഹമായാണോ? രണ്ട് പിതാവ് എല്ലാവർക്കും തീർച്ചയായും ഉണ്ട്. ഏതെല്ലാം ദേഹധാരിയുണ്ടോ അവർക്ക് ലൗകിക പിതാവുമുണ്ട്, പാരലൗകികവുമുണ്ട്. പരിധിയില്ലാത്ത പിതാവ് കോമൺ ആണ്. ഇവിടെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത പിതാവിനെ ലഭിച്ചു. ആ ഒന്ന് ആത്മാക്കളായ നമ്മളെ ഇരുന്ന് മനസ്സിലാക്കിക്കുന്നു. ആ ഒന്ന് പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ഇത് ഉറപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ആരെയെങ്കിലും മനസ്സിലാക്കിക്കുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്, അത് വിശദീകരിക്കാൻ പരസ്പരം ഇരിക്കണം. ആരാണോ സമർത്ഥരായവർ അവരും ഇരിക്കേണ്ടതാണ്. പകൽ സമയത്ത് നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിനാൽ ഉറക്കത്തിൻ്റെ ലഹരി വന്നു എന്നത് പാടില്ല. ആര് വളരെയധികം ഭക്ഷണം കഴിക്കുന്നു അവർക്ക് ഉറക്കത്തിൻ്റെ ആലസ്യം വരുന്നു. പകൽ സമയത്ത് ക്ലാസ് നടത്തണം. ഇന്നയാൾ ഇന്നതെല്ലാം ചോദിച്ചു, നമ്മൾ ഈ റെസ്പോൺസ് നൽകി. പല പല ചോദ്യങ്ങൾ ചോദിക്കും. അതിൻ്റെ റിയലായ റെസ്പോൺസും ആവശ്യമാണ്. ഇത് നോക്കണം, അവരെ ആകർഷണത്തിൽ കൊണ്ടുവന്നുവോ, സാറ്റിസ്ഫൈഡ് ആയോ? ഇല്ലെങ്കിൽ പിന്നെ കറക്ഷൻ കണ്ടെത്തണം. ആരാണോ സമർത്ഥർ
അവരും ഇരിക്കേണ്ടതാണ്. ഭക്ഷണം കഴിച്ചു ഉടനെ ഉറക്കം വന്നു എന്നത് പാടില്ല. ദേവതമാർ വളരെ കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നത്. കാരണം സന്തോഷമുണ്ടല്ലോ. അതിനാൽ പറയുന്നു, സന്തോഷം പോലൊരു പോഷണമില്ല എന്ന്. കുട്ടികളായി നിങ്ങൾക്ക് അളവറ്റ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ബ്രാഹ്മണൻ ആകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ബ്രാഹ്മണൻ ആകുന്നത് തന്നെ അവർക്ക് സന്തോഷം ലഭിക്കുമ്പോഴാണ്. ദേവതമാർക്ക് സന്തോഷമുണ്ടല്ലോ. കാരണം അവരുടെ അടുക്കൽ ധനവും കൊട്ടാരവും മറ്റുമെല്ലാം ഉണ്ട്. അവരെ സംബന്ധിച്ച് സന്തോഷം തന്നെ ധാരാളം. സന്തോഷത്തിൽ ഭക്ഷിക്കുന്നതും വളരെ കുറച്ചാണ്. സൂക്ഷ്മമായി ഭക്ഷിക്കും. ഇതും ഒരു നിയമമാണ്. കൂടുതൽ ഭക്ഷിക്കുന്നവർക്ക് കൂടുതൽ ഉറക്കം വരും. ആർക്കാണോ ഉറക്കത്തിൻ്റെ ലഹരി ഉണ്ടായിരിക്കുന്നത് അവർക്ക് ആരെയും മനസ്സിലാക്കിക്കാൻ പോലും സാധിക്കില്ല. നിർബന്ധിതം പോലെയായിരിക്കും. ഈ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. കേൾപ്പിക്കുന്നതും സഹജമായിരിക്കും. മുഖ്യമായ കാര്യം ബാബയുടെ പരിചയം നൽകുക എന്നതാണ്. ബ്രഹ്മാവിനെയാണെങ്കിൽ ആരും അറിയുന്നില്ല. പ്രജാപിത ബ്രഹ്മാവാണ്. അനേകം പ്രജകളുണ്ട്. ഇദ്ദേഹം പ്രജാപിത ബ്രഹ്മാവ് എങ്ങനെയാണാവുക? ഇതിന്മേൽ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൻ്റെയും അന്തിമത്തിൽ വാനപ്രസ്ഥ അവസ്ഥയിൽ ഞാൻ പ്രവേശിക്കുന്നു. അല്ലാത്ത പക്ഷം രഥം എവിടെ നിന്നും വരുവാനാണ്? രഥം എന്ന് പാടപ്പെട്ടിട്ടുള്ളത് തന്നെ ശിവ് ബാബയ്ക്ക് വേണ്ടിയാണ്. രഥത്തിൽ എങ്ങനെ വരുന്നു? അതിൽ കുഴങ്ങിപ്പോകുന്നു. രഥം തീർച്ചയായും വേണ്ടതാണ്. ശ്രീകൃഷ്ണൻ ആയിരിക്കുക സാധ്യമല്ല. അപ്പോൾ തീർച്ചയായും ബ്രഹ്മാവിലൂടെയായിരിക്കും മനസ്സിലാക്കിക്കുക. മുകളിൽ നിന്നും സംസാരിക്കുകയില്ല. ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ബാബ കേൾപ്പിച്ചു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. ഇദ്ദേഹം മുഴുവൻ 84 ജന്മങ്ങളും എടുത്തു. ഇദ്ദേഹം സ്വയം അറിയുന്നില്ല. ഞാൻ കേൾപ്പിക്കുന്നു. ശ്രീകൃഷ്ണന് രഥത്തിൻ്റെ ആവശ്യമേ ഇല്ല. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നതിലൂടെ പിന്നെ ഭാഗീരഥൻ എന്നത് മറഞ്ഞു പോകും. ശ്രീകൃഷ്ണനെ ഭാഗീരഥൻ എന്ന് പറയില്ല. കൃഷ്ണൻ്റെ ആദ്യത്തെ ജന്മം പ്രിൻസിൻ്റേതാണ്. അപ്പോൾ കുട്ടികൾ ഉള്ളിൽ വിചാരസാഗര മഥനം ചെയ്യണം. കുട്ടികൾ ഇതറിയുന്നുണ്ട്. ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വിചാരസാഗര മഥനം ചെയ്തുവെന്നും കലശം ലക്ഷ്മിക്ക് നൽകിയെന്നുമുള്ളത് ശരിയാണ്. അവർ പിന്നെ മറ്റുള്ളവരെ അമൃത് കുടിപ്പിച്ചു. അപ്പോൾ സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറന്നു. എന്നാൽ പരംപിത പരമാത്മാവിന് വിചാരസാഗര മഥനം ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒന്ന് ബീജരൂപമാണ്. ആ ഒന്നിൽ നോളജ് ഉണ്ട്. ആ ഒന്ന് അറിയുന്നുണ്ട്. നിങ്ങളും അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തീർച്ചയായും മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കാതെ ദേവതാ പദവി എങ്ങനെ നേടും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാക്കളെ റിഫ്രഷ് ആക്കുന്നതിന് വേണ്ടി. മറ്റുള്ളവർ യാതൊന്നും അറിയുന്നില്ല. ബാബ വന്ന് മനസ്സിലാക്കിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ നങ്കൂരം ഭക്തിമാർഗത്തിൽ നിന്നും ഉയർന്നു. ഇപ്പോൾ ജ്ഞാനമാർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഏതൊരു ജ്ഞാനം നൽകുന്നോ അത് പ്രായേണ ലോപിച്ചു പോകുന്നു. ഒന്നാണ് നിരാകാരം, മറ്റൊന്നാണ് സാകാരി പിതാവ്. വളരെ നന്നായി മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ മായ ഇങ്ങനെയാണ്. അത് ആകർഷിച്ച് മാലിന്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. പതീതമായി മാറുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ കാമചിത്തയിൽ കയറി പൂർണ്ണമായും ശ്മശാനത്തിൽ വന്നെത്തി. പിന്നെ ഇവിടെ തന്നെ ദേവസ്ഥാനം തീർച്ചയായും ഉണ്ടാകും. പകുതി കൽപ്പം ദേവസ്ഥാനം തുടരുന്നു. പിന്നെ പകുതി കൽപ്പം ശ്മശാനം തുടരുന്നു. ഇപ്പോൾ എല്ലാവരും ഖബറിൽ പ്രവേശിക്കപ്പെടേണ്ടതുണ്ട്. ഏണിപ്പടിയെക്കുറിച്ചും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കാൻ സാധിക്കും. ഇത് പതീത രാജ്യമാണ്. ഇതിൻ്റെ വിനാശം തീർച്ചയായും നടക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ ഇപ്പോൾ ശ്മശാനമാണ്. പിന്നെ ഈ ഭൂമി ചേഞ്ച് ആകും. അതായത്
അയൺ ഏജിൽ നിന്നും ഗോൾഡൻ ഏജ് ലോകം ഉണ്ടാകും. പിന്നെ 2 കല കുറയും. തത്വങ്ങളുടെയും കല കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ എല്ലാവരെയും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. അഥവാ മനസ്സിലാക്കുന്നില്ലെങ്കിൽ കവടി തുല്യം എന്നതുപോലെയാണ്. ഒരു വാല്യൂമില്ല. ഈ വാല്യൂ ബാബയിരുന്ന് പറഞ്ഞു തരുന്നു. വജ്രതുല്യ ജന്മം എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളും മുൻപ് ബാബയെ അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ കവടി തുല്യമായിരുന്നു. ഇപ്പോൾ ബാബ വന്ന് വജ്രതുല്യം ആക്കുന്നു. ബാബയിൽ നിന്ന് തന്നെയാണ് വജ്രതുല്യ ജന്മം ലഭിക്കുന്നത്. പിന്നെ കവടി തുല്യം എന്തുകൊണ്ടാകേണ്ടി വരുന്നു? നിങ്ങൾ ഈശ്വരീയ സന്താനമാണല്ലോ. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അവിടെ ശാന്തിധാമത്തിലായിരിക്കുമ്പോൾ ആ കൂടിക്കാഴ്ചയിൽ ഒരു നേട്ടവും ഉണ്ടായിരിക്കുന്നില്ല. അത് കേവലം പവിത്രതയുടെയും ശാന്തിയുടെയും സ്ഥാനമാണ്. ഇവിടെയാണെങ്കിൽ നിങ്ങൾ ജീവാത്മാക്കളാണ്. പിതാവായ പരമാത്മാവിന് തൻ്റേതായ ശരീരമില്ല. ആ ഒന്ന് ശരീരം ധാരണ ചെയ്ത് കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ബാബയെ അറിയുന്നു. ബാബ എന്ന് പറയുകയും ചെയ്യുന്നു. ബാബ പറയും, ഓ കുട്ടികളെ. ലൗകിക പിതാവും പറയുമല്ലോ, ഹേ കുട്ടികളെ വരൂ, നിങ്ങളെ ടോളി കഴിപ്പിക്കാം. ഉടൻ എല്ലാവരും ഓടിയെത്തും. ഈ ബാബയും പറയുന്നു, കുട്ടികളെ വരൂ, നിങ്ങളെ വൈകുണ്ഠത്തിൻ്റെ അധികാരിയാക്കാം. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഓടിവരും. ഇങ്ങനെ വിളിക്കുന്നുമുണ്ട്, പതിതരായ നമ്മളെ പാവനമാക്കി പാവന ലോകമായ വിശ്വത്തിൻ്റെ അധികാരിയാക്കുവാൻ വരൂ. ഇപ്പോൾ നിശ്ചയമുണ്ട്, അപ്പോൾ അംഗീകരിക്കേണ്ടതാണ്. വിളിച്ചതും കുട്ടികളാണ്. ഞാൻ വരുന്നതും കുട്ടികൾക്ക് വേണ്ടിയാണ്. കുട്ടികളോട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ വിളിച്ചു, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. പതിത പാവനൻ എന്നും ബാബയെ തന്നെയാണല്ലോ പറയുന്നത്. ഗംഗ തുടങ്ങിയവയുടെ ജലത്തിലൂടെ നിങ്ങൾക്ക് പാവനമാകുവാൻ സാധിക്കില്ല. പകുതി കൽപ്പം നിങ്ങൾ തെറ്റിലേക്ക് പോയി. ഭഗവാനെ അന്വേഷിക്കുന്നു, പക്ഷേ ആർക്കും മനസ്സിലാകുന്നില്ല. ബാബ പറയുന്നു, ഹേ കുട്ടികളെ. അപ്പോൾ കുട്ടികൾക്കും ആ ഉത്സാഹത്തോടെ വരണം, ഹേ ബാബ. എന്നാൽ ഇത്രയും ഉത്സാഹത്തോടെ വരുന്നില്ല. ഇതിനെ ദേഹാഭിമാനം എന്ന് പറയുന്നു, ദേഹി അഭിമാനി എന്നല്ല. നിങ്ങളിപ്പോൾ ബാബയുടെ മുന്നിലിരിക്കുകയാണ്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പരിധിയില്ലാത്ത ചക്രവർത്തി പദവും തീർച്ചയായും ഓർമ്മ വരും. ഇങ്ങനെയുള്ള ബാബയോട് എത്ര സ്നേഹത്തോടെ റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. ബാബ നിങ്ങൾ വിളിച്ചതിലൂടെ വന്നിരിക്കുകയാണ്. ഡ്രാമയനുസരിച്ച് 1 മിനിറ്റ് പോലും മുന്നോട്ടോ പിന്നോട്ടോ ആവുക സാധ്യമല്ല. എല്ലാവരും പറയുന്നു, ഓ ഫാദർ, ദയ കാണിക്കൂ, ലിബറേറ്റ് ചെയ്യൂ. നമ്മളെല്ലാവരും രാവണൻ്റെ ചങ്ങലയിലാണ്. അങ്ങ് നമ്മുടെ ഗൈഡാകൂ. അപ്പോൾ ബാബ ഗൈഡും ആകുന്നു. എല്ലാവരും ആ ഒന്നിനെ വിളിക്കുന്നു, ഓ ലിബറേറ്റർ, ഓ ഗൈഡ്, വന്ന് നമ്മുടെ ഗൈഡാകൂ, നമ്മളെയും കൂടെ കൊണ്ടുപോകൂ. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിൽ നിൽക്കുകയാണ്. ബാബ സത്യയുഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കലിയുഗമാണ്. കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. സത്യയുഗത്തിലാണെങ്കിൽ കേവലം കുറച്ച് ദേവീ ദേവതമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായും വിനാശം നടന്നിട്ടുണ്ടാകും. അതും മുന്നിൽ നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് പാടപ്പെട്ടിട്ടുമുണ്ട്. സയൻസിൻ്റെ ഗർവുള്ളവർ എത്ര ബുദ്ധിയും വിവേകത്തോടെയും കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് യാദവ സമ്പ്രദായം. വീണ്ടും ഹിസ്റ്ററി റിപ്പീറ്റ് ആകേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ സത്യയുഗത്തിൻ്റെ ഹിസ്റ്ററി റിപ്പീറ്റ് ആകും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പുതിയ ലോകത്തിൽ ഉയർന്ന പദവി നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പവിത്രം തീർച്ചയായും ആകേണ്ടതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, ഈ പതീത ലോകത്തിൻ്റെ വിനാശം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങളുടെ കുട്ടികളും മറ്റും ജീവനോടെ ഉണ്ടായിരിക്കില്ല. ആരും അവകാശിയാകില്ല. വിവാഹമോ മറ്റോ കഴിക്കില്ല. വളരെയധികം കഴിഞ്ഞുപോയി.
ബാക്കി അല്പമാണ് അവശേഷിക്കുന്നത്. അല്പം സമയമാണുള്ളത്. അതിൻ്റെയും കണക്കുണ്ട്. മുൻപ് ഇങ്ങനെ പറയുമായിരുന്നില്ല. ഇപ്പോൾ ടൈം കുറച്ചേ ഉള്ളൂ. മുൻപുണ്ടായിരുന്നവർ ആരാണോ ശരീരം ഉപേക്ഷിച്ചു പോയത്, അവർ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് ജന്മമെടുത്തു. ചിലർ ഇവിടെ വന്നിട്ടുമുണ്ടാകും. ഇവിടെ നിന്നും വേർപിരിഞ്ഞവരാണ് എന്ന പോലെ കാണപ്പെടുന്നു. അവർക്ക് ജ്ഞാനമില്ലാതെ രസം തോന്നുകയില്ല. മാതാപിതാക്കളോടും പറയുന്നു, നമ്മൾ ഇവിടെ പോകും. ഇത് സഹജമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വിനാശം തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകളും കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലവിൻ്റെ പകുതിയും ഇവർക്ക് ഈ യുദ്ധത്തിൻ്റെ സാധനങ്ങൾക്കായി തന്നെ ഉപയോഗിക്കപ്പെടുന്നു. എയ്റോപ്ലെയിനും മറ്റും എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? വീട്ടിലിരിക്കുമ്പോൾ തന്നെ എല്ലാം ഇല്ലാതാകും എന്ന് പറയുന്നു. ഇങ്ങനെയെല്ലാമുള്ള വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം ഹോസ്പിറ്റലും മറ്റും ഉണ്ടായിരിക്കുകയില്ല. ഡ്രാമയിൽ ബാബയുടെ ഇതിൻ്റെയും സൂചന ലഭിക്കുന്നത് പോലെയാണ്. അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. രോഗബാധിതരാകരുത് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും തീർച്ചയായും മരിക്കേണ്ടതുണ്ട്. രാമനും പോയി, രാവണനും പോയി. ആര് യോഗത്തിലിരുന്ന് ആയുസ് വർദ്ധിപ്പിക്കുന്നുണ്ടാകുമോ അവരുടേത് തീർച്ചയായും വർദ്ധിക്കും. സന്തോഷത്തോടെ തൻ്റെ ശരീരം ഉപേക്ഷിക്കും. ഉദാഹരണം പറഞ്ഞു തരുന്നത് പോലെ ബ്രഹ്മജ്ഞാനികളായവരും ബ്രഹ്മത്തിൽ പോകുന്നതിനു വേണ്ടി ഇങ്ങനെ സന്തോഷത്തോടെ ശരീരം ഉപേക്ഷിക്കുന്നു. എന്നാൽ ബ്രഹ്മത്തിൽ ആരും പോകുന്നില്ല, പാപം ഇല്ലാതാകുന്നില്ല. പുനർജന്മം വീണ്ടും ഇവിടെ എടുക്കുന്നു. പാപം ഇല്ലാതാക്കാനുള്ള യുക്തി ബാബ പറഞ്ഞു തരുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ, മറ്റാരെയും ഓർമ്മിക്കരുത്. ലക്ഷ്മി നാരായണനെയും ഓർമ്മിക്കേണ്ടതില്ല. നിങ്ങൾ അറിയുന്നു, ഈ പുരുഷാർത്ഥത്തിലൂടെ നമ്മൾ ഈ പദവി നേടിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ പദവി നേടുന്നതിനായി പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച്. അവരുടെ ഏതൊരു ഡിനാസ്റ്റിയാണോ നടക്കുന്നത്, അത് ബാബ സംഗമത്തിൽ ഇപ്പോൾ സ്ഥാപിച്ചതാണ്. നിങ്ങൾ പ്രഭാഷണവും ഇങ്ങനെ നടത്തൂ. ആക്യുറേറ്റായി ആരുടെയെങ്കിലും ബുദ്ധിയിൽ ഇരിക്കും വിധത്തിൽ നിങ്ങൾ പ്രഭാഷണവും നടത്തൂ. ഈ സമയത്ത് നമ്മൾ ഈശ്വരീയ സമ്പ്രദായമാണ്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവലി സഹോദരി സഹോദരന്മാരാണ്. നമ്മൾ ആത്മാക്കളേവരും സഹോദരന്മാരാണ്. ബ്രഹ്മകുമാർ കുമാരിമാരുടെ വിവാഹം നടക്കുന്നില്ല. ഇതും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. എങ്ങനെയാണ് വീണു പോകുന്നതെന്നും കാമ അഗ്നി കത്തിക്കുന്നതെന്നും. എന്നാൽ ഭയമുണ്ടായിരിക്കും. ഒരു തവണ നമ്മൾ വീണുവെങ്കിൽ സമ്പാദ്യം നഷ്ടപ്പെടും എന്ന്. കാമത്തോട് തോറ്റുവെങ്കിൽ പദവി ഭ്രഷ്ടമായി പോകും. സമ്പാദ്യം എത്ര വലുതാണ്! മനുഷ്യർ പദമം കോടികൾ സമ്പാദിക്കുന്നു. അല്പം സമയത്തിനുള്ളിൽ ഇതെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട് എന്ന് അവർക്ക് അറിയുകയില്ല. ബോംബുകൾ ഉണ്ടാക്കുന്നവർ അറിയുന്നു ഈ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരോ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനത്തെ ഉള്ളിൽ പൊടിക്കണം, അതായത് വിചാരസാഗര മഥനം ചെയ്യണം. പരസ്പരം ജ്ഞാനത്തിൻ്റെ ആത്മീയ സംഭാഷണം നടത്തിയ ശേഷം മറ്റുള്ളവരെ കേൾപ്പിക്കണം. മടിയും അലസതയും ഉപേക്ഷിക്കണം. ദേഹി അഭിമാനിയായി വളരെ ഉത്സാഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. സദാ ഈ ലഹരിയിലിരിക്കണം. നമ്മൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്, കൗടിയിൽ നിന്നും വജ്രമാകുവാൻ. നമ്മൾ ഈശ്വരീയ സന്താനമാണ്. വരദാനം: ജ്ഞാനസൂര്യൻ്റെയും ജ്ഞാനചന്ദ്രൻ്റെയും കൂടെ സഹചാരികളായി രാത്രിയെ പകലാക്കുന്ന ആത്മീയ ജ്ഞാന നക്ഷത്രങ്ങളായി ഭവിക്കട്ടെ. ഏതുപോലെ ആ നക്ഷത്രങ്ങൾ രാത്രിയിൽ പ്രകടമാകുന്നു, അതേപോലെ താങ്കൾ ആത്മീയ ജ്ഞാന നക്ഷത്രങ്ങൾ
അഥവാ തിളങ്ങുന്ന നക്ഷത്രങ്ങളും ബ്രഹ്മാവിൻ്റെ രാത്രിയിൽ പ്രകടമാകുന്നു. ആ നക്ഷത്രങ്ങളാണെങ്കിൽ രാത്രിയെ പകലാക്കുന്നില്ല. എന്നാൽ താങ്കൾ ജ്ഞാനസൂര്യനും ജ്ഞാനചന്ദ്രൻ്റെയും ഒപ്പം കൂട്ടുകാരായി രാത്രിയെ പകലാക്കുന്നു. മറ്റേത് ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. താങ്കൾ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ്. മറ്റത് പ്രകൃതിയുടെ സത്തയാണ്. താങ്കൾ പരമാത്മാ നക്ഷത്രങ്ങളാണ്. ഏതുപോലെ പ്രകൃതിയുടെ താരാമണ്ഡലത്തിൽ അനേകം പ്രകാരത്തിലുള്ള നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായി കാണപ്പെടുന്നു, അതേപോലെ താങ്കൾ പരമാത്മാ താരാമണ്ഡലത്തിൽ തിളങ്ങുന്ന ആത്മീയ നക്ഷത്രങ്ങളാണ്. സ്ലോഗൻ: സേവനത്തിൻ്റെ ചാൻസ് ലഭിക്കുക എന്നാൽ ആശീർവാദങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കുക എന്നർത്ഥം. ഓം ശാന്തി. വിശ്വമംഗളകാരിയായ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ ഈശ്വരീയ ഖജനാവുകൾ ഞാൻ ഈ വിശാല സേവനത്തിനായി വിനിയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ സങ്കല്പശക്തി കൊണ്ട് ഈ വിശ്വത്തിൻ്റെ പരിധിയില്ലാത്ത സേവനം ചെയ്യുവാനായി എൻ്റെ ആത്മസ്വരൂപത്തെ സജ്ജമാക്കുകയാണ്. എൻ്റെ സങ്കല്പശക്തിയെയും സമയത്തിൻ്റെ ശക്തിയെയും വ്യർത്ഥമാക്കാതെ സമ്പൂർണ്ണ സമർത്ഥമാക്കി ഈ വിശാല സേവനത്തിന് നിമിത്തമാകുന്ന സഹയോഗി ആത്മാവാണ് ഞാൻ. എൻ്റെ സൈലൻസിൻ്റെ ശക്തിയിലൂടെ, ശുഭഭാവനയിലൂടെയും മംഗളഭാവനയിലൂടെ മുഴുവൻ വിശ്വത്തിലും ആത്മീയതയുടെ അലകൾ ഇപ്പോൾ വ്യാപിക്കുകയാണ്. സന്തോഷത്തിൻ്റെ അലകൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുകയാണ്. ഈ വിശ്വത്തിലെ ഭയഭീതരായ ആത്മാക്കളെ, പ്രതീക്ഷയറ്റ ആത്മാക്കളെ, ശ്രേഷ്ഠ ഭാവിയുടെ പുതിയ പ്രതീക്ഷകൾ ഉണർന്നു വരട്ടെ. അവരിലെ ഭയഭീതികൾ അകലട്ടെ, നിരാശകൾ നീങ്ങട്ടെ, സന്തോഷത്തിൻ്റെ അലകൾ അവരിൽ ഉൽപ്പന്നമാകട്ടെ.